അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനിപ്പോൾ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഒരു അച്ചാറും ഇരിപ്പില്ല. അപ്പം ഇവിടെ ആണെങ്കിൽ അച്ചാർ വലിയ പ്രിയമുള്ള ഒരു കാര്യമല്ല. പക്ഷെ എനിക്ക് കുറച്ച് ദിവസമായിട്ടൊരാഗ്രഹം നാരങ്ങ അച്ചാർ കൂട്ടണമെന്ന് ഒത്തിരി നാളായി. ഞാൻ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തീർന്നു കഴിഞ്ഞ് ഞാൻ രണ്ടാമത് ഇട്ടിട്ടില്ല. ഞാൻ പുറത്തുനിന്ന് മേടിക്കാനും എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു വീക്ക് ഡേ ആണ്. അപ്പം വൈകുന്നേരം ശ്രീഹരിക്ക് കുറച്ച് സമയം കിട്ടി. അപ്പോൾ പോയി കുറച്ച് നാരങ്ങയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു അച്ചാർ ഇടണം. പിന്നെ അത് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. വാങ്ങിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ആദ്യം ശ്രീഹരിക്കാണെങ്കിൽ മുടി വെട്ടൊക്കെ വേണം. അപ്പം ശ്രീഹരിയെ മുടി വെട്ടാൻ വിട്ടിട്ട് നമുക്ക് കടയിൽ പോയി നാരങ്ങയൊക്കെ വാങ്ങിക്കണം. എന്നിട്ട് ഒരച്ചാർ ഇടണം എന്ന് മനസ്സിൽ വിചാരിച്ചാണ് വാങ്ങിക്കാൻ പോകുന്നത്. പോയിട്ട് വന്നു കഴിയുമ്പോൾ എൻ്റെ മൂഡ് മാറുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇനി ഒത്തിരി നാളായി നാരങ്ങ അച്ചാർ കൂട്ടിയിട്ട്. അപ്പം എപ്പോഴും ഞാനിവിടെ മാങ്ങ കിട്ടുമ്പോൾ മാങ്ങ ഇങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് കുറച്ച് ദിവസത്തേക്ക് ഒരു മാങ്ങയൊക്കെ ഇടും. അപ്പോൾ പിന്നെ അതങ്ങനെയെങ്കിൽ മടുത്തു. അപ്പം വിചാരിച്ചു കുറച്ച് നാരങ്ങ അച്ചാറിടാമെന്ന്. പിന്നെ അത്രേ ഉള്ളൂ. അത് വാങ്ങിക്കാൻ പോകണം, തിരിച്ചു വരണം, നാരങ്ങ അച്ചാറിടണം. പിന്നെ നാളത്തേക്കുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മീൻ ഇപ്പം വാങ്ങിച്ച് ഇരിപ്പുണ്ട്. അത് ഞാൻ ഇന്ന് എൻ്റെ മടി കാരണം ഞാൻ ഉച്ചയ്ക്ക് വെച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം രാത്രി അങ്ങ് വെക്കാമെന്ന്. അപ്പം നാളെ പണിയും കുറവായിരിക്കും. പിന്നെ അയില തലേദിവസം വെച്ച് പിറ്റേ ദിവസം എടുക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് അയിലക്കൂട്ടാൻ. അപ്പം രാത്രി അതങ്ങ് മുളകിട്ട് അതെല്ലാം വെക്കും. അത്രേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ചൊന്നും വലിയ പ്രത്യേകതയായിട്ട് വെക്കാൻ ഉദ്ദേശിക്കില്ല. അങ്ങനെ മീൻകറി വെച്ച് വെക്കണം. പിന്നെ നാളത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഞാനുണ്ടല്ലോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം എൻ്റെ കൂടെ ആദ്യം ശ്രീഹരി ഉണ്ട്. ശ്രീഹരി എന്നിട്ട് ആദ്യം ഞങ്ങൾ ശ്രീഹരി മുടി വെട്ടുന്നിടത്ത് ശ്രീഹരി ഡ്രോപ്പ് ചെയ്തു. എന്നിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനിവിടെ KPൻ്റെ അവിടെ എത്തി. അവിടെ ചെന്നപ്പോൾ എനിക്കിതുപോലൊരു അബദ്ധം പറ്റുന്നില്ല. നാരങ്ങ ഫുൾ വലിയ ഗുണമില്ല. ഞാൻ നോക്കിയിട്ട് ഞാൻ നാളെ പോയപ്പോഴത്തേനും അവിടെ നല്ല നാരങ്ങ ഇരിക്കുന്ന കണ്ടാണ് ഞാൻ അവിടുന്ന് വളരെ വിഷമിച്ചൊരു സ്ട്രോബെറിയുടെ പാക്കറ്റ് എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി. സത്യം പറയല്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് പെട്ടെന്ന് തീർന്നു പോകുമെന്ന്. നല്ല നാരങ്ങ ഇരിക്കുന്നുണ്ട്. അന്ന് മേടിക്കേണ്ടതായിരുന്നു. അത് ഞാൻ വാങ്ങിച്ചില്ല. ഒരു 2 ദിവസത്തെ ഗ്യാപ്പിനുള്ള അത് മൊത്തം തീർന്നുപോയി. പിന്നെ ഞാൻ ശ്രീഹരി അപ്പോഴത്തേക്കിനും ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേനും മുടിയൊക്കെ വെട്ടിയിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ശ്രീഹരിയും പിക്ക് ചെയ്തുകൊണ്ട് ഞാൻ നമ്മുടെ പഴയ പച്ചക്കറി കടയിൽ വന്നു. അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തുനിന്ന് ഞാനൊരു 10-15 നല്ലത് കണ്ടുപിടിക്കാൻ പെട്ട പാട്. അപ്പം പിന്നെ ഒരു പാക്കറ്റ് വെളുത്തുള്ളി, നാരങ്ങയും വെളുത്തുള്ളിയും കൂടെയാണ് അച്ചാറിടാമെന്ന് വിചാരിച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തുകൊണ്ട് ഞങ്ങളിങ്ങ് തിരിച്ചു പോകുന്നു. ഹായ്. അപ്പോൾ ഞാനിപ്പോൾ പോയിട്ട് വന്നു. എനിക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 10-15 നാരങ്ങയുണ്ട്. അപ്പം അത് വെച്ച് ഞാൻ അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ പോയ കടയിലുണ്ടല്ലോ, അവിടെ 2-3 ദിവസം മുമ്പ് പോയപ്പോഴൊക്കെ എനിക്ക് നാരങ്ങ അച്ചാറിൻ്റെ കാര്യം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് അവിടെ നല്ല പഴുത്ത നല്ല നാരങ്ങ ഇരിക്കുന്ന കണ്ടതാണ്. പക്ഷെ ഞാൻ ആ സമയത്ത് എനിക്ക് അച്ചാറുണ്ടാക്കാൻ ഒരു മൂഡില്ലായിരുന്നു. അപ്പം ഞാൻ എടുത്തില്ല. പിന്നെ ഇപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടാക്കിയാലോ എന്നൊരു ചിന്ത വന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ ഇപ്പം ഒന്നുമില്ല, അതെല്ലാം പോയി. ആപ്പാടെ ഉണക്ക കുറച്ച് നാരങ്ങ മാത്രമേ ഇപ്പോഴുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇവിടെ ഒരു പച്ചക്കറി കടയിൽ ഞാൻ തിരഞ്ഞു പിടിച്ചാണ്. വലിയൊരു ഒത്തിരി നല്ലതൊന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് ഞാൻ 2-3 ദിവസം മുമ്പ് കണ്ട അത്രയും നല്ലതല്ല നാരങ്ങ. അത്യാവശ്യം കുഴപ്പമില്ല. അതൊരു 10-15 ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി അവിടെ വലിയ വെളുത്തുള്ളിയുടെ അല്ലികൾ ഇങ്ങനെ പാക്കറ്റിലാക്കി വെച്ചേക്കുന്നു. അതും കൂടെ ചേർത്തങ്ങ് അച്ചാറാക്കാം. ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല. വെളുത്തുള്ളിയും നാരങ്ങയും പിന്നെ പച്ചമുളകും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ചേർത്ത്
അച്ചാറിടാമെന്ന്. അപ്പം ആദ്യം ഞാൻ ഇതെന്ത് ചെയ്യും, ഇത് നന്നായിട്ട് കഴുകി നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒരു 4 മിനിറ്റ് ആവി, ഒരു 5 മിനിറ്റ് കൂടുതൽ ആവി കയറ്റണ്ട. ഒത്തിരി അങ്ങ് തൊലി അങ്ങ് ഇതായി പോലെ വെന്തങ്ങ് പോലെ അതിന് മുമ്പ് നിർത്തണം. ഒന്ന് ആവി കയറ്റി നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നന്നായിട്ട് തുടച്ചൊക്കെ എടുത്ത് അത് ഞാൻ ഡിന്നറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ വെക്കുന്നുള്ളൂ, എന്താ പറയുന്നത്, ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഡിന്നറിന് ഇന്നും പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല, ദോശ തന്നെയാണ്. പിന്നെ എനിക്ക് മീൻകറി വെച്ച് വെക്കണം, കാരണം ഇന്ന് രാവിലെ വന്ന മീനാണ്. എനിക്ക് ഉച്ചയ്ക്ക് മടി ആയതുകൊണ്ട് ഞാൻ വെച്ചില്ല. അപ്പം നമുക്കൊരു അയില മുളകിട്ട മീൻകറിയും കൂടെ വെക്കണം. പിന്നെ കുറച്ച് നാളെ ഇന്നത്തെ കുറച്ച് ഒഴിച്ചുകറി നാളത്തേക്ക് ഇരിപ്പുണ്ട്. അപ്പം ഒഴിക്കാനൊന്നും ഉണ്ടാകണ്ട, നാളെ ഉച്ചക്കത്തേക്ക്. അപ്പം മീൻകറി ഇന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ആകും. പിന്നെ എനിക്ക് ഓമയ്ക്ക ഒന്ന് അരിഞ്ഞു വെക്കണം. ഓമയ്ക്കയും ചെറുപയറും കൂടെയാണ് നാളെ തോരൻ വയ്ക്കുന്നത്. അപ്പോൾ ആ ഓമയ്ക്കയും കൂടെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പരിപാടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. അപ്പം ഇന്ന് രാത്രി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കേണ്ട ദിവസമാണ്. അത് കൂടുതൽ ഇന്ന് ഉച്ചയ്ക്ക് ആ മീൻകറി വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ മീൻകറി എനിക്ക് എന്തെന്ന് രാവിലെ മീൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വലിയ മൂടുണ്ടായില്ല ഇന്ന് ഉച്ചയ്ക്ക് ആ മീൻ കൂട്ടാൻ വെക്കാൻ വേണ്ടി. ഇന്ന് ഞാൻ വിചാരിച്ചു, സാധാരണ ഞാൻ മീൻ മുളകിട്ട് വെക്കുമ്പോൾ തക്കാളി ഒന്നും അങ്ങനെ ചേർക്കാറില്ല. എപ്പോഴും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് മുളക് പൊടി അങ്ങനെയാണ് ഞാൻ മുളകിട്ട് വെക്കുന്നത്. വല്ലപ്പോഴും ഒക്കെ ഞാനിങ്ങനെ ഒരു വ്യത്യാസമായിട്ട് തക്കാളിയൊക്കെ ചേർത്ത് വെക്കത്തുള്ളൂ. അത് പക്ഷെ എനിക്ക് തക്കാളി ചേർക്കുന്നത് കുഴപ്പമില്ല, എനിക്കത് വലിയ ഇഷ്ടമല്ല. ഇനി കുറേ നമ്മളിങ്ങനെ ഒരേ രീതിയിലുള്ള മീൻകറികൾ ഒക്കെ കഴിച്ച് ഒരിത് തോന്നുമ്പോൾ മാത്രമേ ഞാൻ തക്കാളി ചേർക്കാറുള്ളൂ. ഒരു വ്യത്യാസം ഇപ്രാവശ്യം അയിലയാണ്. അയില ഇന്ന് രാത്രി ഞാൻ വിചാരിച്ച് കുറച്ച് തക്കാളിയൊക്കെ ചേർത്ത് ഒരു മീൻകറി വെക്കാമെന്ന്. മുളകിട്ട കറിയാണ്, തേങ്ങ അരച്ച കറിയല്ല. അപ്പം ചേർത്ത് ഇന്നങ്ങ് വെച്ച് കഴിഞ്ഞാൽ നാളെ അയില എപ്പോഴും തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതാണ് സൂപ്പർ. അയില മുളകിട്ടതാണേലും ഒക്കെ അപ്പം നല്ല പുളിയൊക്കെ പിടിച്ച് നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം നമുക്ക് ഇന്നങ്ങ് രാത്രി അങ്ങ് വെച്ച് വെക്കാമെന്ന്. എനിക്ക് തോന്നുന്നു ഈ തക്കാളി ഇട്ടത് ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഷോർട്സിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ളതാവും, ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ള. അപ്പം ആ സമയത്ത് ഞാൻ ആ റെസിപ്പി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു രീതിയിലാണ് ഞാൻ വെക്കുന്നത്. അപ്പം നമുക്കിപ്പം ഈ നാരങ്ങ ആവി കയറ്റാം കഴുകിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ നാരങ്ങയെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്, കാരണം അവിടെ നല്ല പൊടിയായിരുന്നു. പിന്നെ വെള്ളമൊക്കെ വെച്ച് സ്റ്റീമറിൽ അതിനകത്തേക്ക് നമ്മുടെ നാരങ്ങയെല്ലാം എടുത്ത് വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കും. ഒരു 3-4 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. ഒത്തിരി അങ്ങ് ആവി കയറി അതിൻ്റെ ആ ഒരു തൊലി പൊട്ടുന്ന പരുവം ആവണ്ട. കുറച്ചൊരു 3-4 മിനിറ്റ് ആവി കയറി കഴിയുമ്പോൾ അങ്ങ് എടുത്ത് മാറ്റണം. അപ്പോൾ ഞാനതങ്ങ് അതിനകത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയും വേണ്ട. ഒരു 3-4 മിനിറ്റ് ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേനും നമുക്കെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ വെളുത്തുള്ളി എല്ലാം തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് എടുത്തിട്ടു. പിന്നെ ഈ നാരങ്ങ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. ആവിയിലെ ആ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ് ഒരു ടിഷ്യൂ കൊണ്ടോ ഒരു നല്ല കോട്ടൺ തുണി കൊണ്ടോ വല്ലതും ഇങ്ങനെ തുടച്ച് കളഞ്ഞിട്ട് നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിനി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പം ഞാൻ 4ആയിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ. അതെൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര നീറ്റിലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം കട്ട് ചെയ്യുമ്പോഴുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുരു പൊട്ടിപ്പോയില്ല. കുരു ഞാൻ കളയാവുന്നതിൻ്റെ മാക്സിമം ഞാൻ കളഞ്ഞു, എന്നാലും അതിനകത്ത് കാണും. അത്രയ്ക്കൊന്നും എനിക്ക് ഒന്നാമത് കൈ നീറുന്നതുകൊണ്ട് എനിക്കങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടോ, അത് ഉള്ളിലേക്ക് അങ്ങ് കട്ട് ചെയ്യല്, അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. അത് ജസ്റ്റ് ഇങ്ങനെ പുറമെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ എടുത്താൽ മതി. കൂടുതൽ വലിയ പാടൊന്നുമില്ല. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഉള്ളിലേക്ക് കട്ടാകാതെ ആ കുരു കട്ടായാൽ അത്രേ ഉള്ളൂ. കാരണം കുരു അതിനകത്ത് കട്ട് ചെയ്ത് വരുമ്പോഴാണ്, കട്ട് ചെയ്ത് കിടന്നു കഴിഞ്ഞാലാണ് ഈ നമ്മൾ കഴിക്കുന്നത്. അപ്പം കുരു മാക്സിമം ഞാൻ എടുത്ത് കളയാനൊക്കെ നോക്കി, പക്ഷെ എന്നാലും ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് നല്ലപോലെ ഇട്ട് മിക്സ് ചെയ്ത് ഇതങ്ങ് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമ്മുടെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഇത് റെഡിയാക്കി എടുക്കാം.
ഞാനിപ്പോൾ ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിനും കുറച്ച് നേരം ഇരിക്കട്ടെ. ഞാൻ ലാസ്റ്റ് രാത്രിയിൽ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് ഉണ്ടാക്കുന്നുള്ളൂ. ഇതേ ഒരു കാര്യമുള്ളത്, ഇത് മുറിക്കും. ഇത് ആക്ച്വലി ഇത് ഒന്നുകൂടെ ഒരു 8ആയിട്ട് മുറിക്കുന്ന 4ആയിട്ട്, ഞാനിപ്പോൾ 4ആയിട്ടല്ലേ മുറിച്ചുള്ളൂ. അതൊന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷെ എൻ്റെ കൈ ഇവിടെ മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഭയങ്കര നീറ്റിൽ എനിക്കത് കുറേ നേരം പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ 4ആയിട്ട് അങ്ങ് മുറിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇത് എനിക്ക് കുറേ പ്രാവശ്യം പറ്റിപ്പോയിട്ടുള്ള അബദ്ധമാണ്. ഇത് നമ്മൾ മുറിക്കുമ്പോൾ ഇങ്ങനെ തിരിച്ച് തന്നെ മീൻസ് കൈ കൊണ്ട് ഇങ്ങനെ കയറ്റി കത്തി കൊണ്ട് അങ്ങ് നടുക്കൂടെ കട്ട് ചെയ്യല്ലേ. കാരണം അതിൻ്റെ ആ ഒരു കുരു മുറിഞ്ഞു പോകുമ്പോഴാണ് ഇതിന് കയ്പ്പ് വരുന്നത്. ഒരു കയ്ച്ച ഫീല് വരും അച്ചാറിന്. കുരു ഇപ്പം നിങ്ങൾ എടുത്ത് കളഞ്ഞില്ലേലും കുഴപ്പമില്ല. ഞാൻ എല്ലാം ഒന്നും എടുത്ത് കളഞ്ഞില്ല. ഞാൻ ജസ്റ്റ് എനിക്ക് കാണുന്നത് മാത്രമേ എനിക്ക് എടുത്ത് കളഞ്ഞുള്ളൂ. ഞാൻ അതിനകത്ത് കയറി അതിനകത്തുനിന്ന് എടുത്ത് കളഞ്ഞില്ല. കാരണം എൻ്റെ കൈ ഇങ്ങനെ നീറുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ ഇത് വെച്ചോണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം കാണുന്നത് ഇപ്പോൾ കുരു അതിനകത്ത് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുരു മുറിയല്ലേ, കുരു കട്ടായി അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ നാരങ്ങ അച്ചാർ കഴിക്കും. അപ്പം അത് കട്ട് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ തിരിച്ച് വേണം കട്ട് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഒരു റൗണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുരു അതിനകത്ത് മുറിഞ്ഞു പോകത്തില്ല. അപ്പം അങ്ങനെ ഞാനെല്ലാം 4ആയിട്ട് കീറി ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഉപ്പൊക്കെ ഇരിക്കട്ടെ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഇനിയും എൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻകറി വെച്ച് വെക്കണം, ദോശ ചുടണം, ഡിന്നർ ഉണ്ടാക്കണം. നമുക്ക് ആദ്യം മീനൊക്കെ എനിക്കൊന്ന് വൃത്തിയാക്കി എടുക്കാനും ഉണ്ട്. അതും ചെയ്തില്ലായിരുന്നു. അപ്പം ആദ്യം ഞാൻ മീനൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് വരാം. എന്നിട്ട് മീൻകറി വെക്കലും ദോശ ചുടലും കൂടെ ഒരുമിച്ച് നടത്താനാണ് എൻ്റെ പ്ലാന്. അപ്പം ഞാനതെല്ലാം ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് ദോശയും ചമ്മന്തിയൊക്കെ ചൂടാം. റാഗി ദോശയാണ്. പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. ചിക്കൻ ഇങ്ങനെ എന്താ പറയുന്നത്, ഇതെന്തോ ന്യൂ ഇയറിൻ്റെ പിറ്റേ ദിവസം കണ്ടെടുത്ത് വീഡിയോ. അപ്പോൾ ആ ഡ്രാഗൺ ചിക്കൻ്റെ ശകലം ഇരിപ്പുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് എന്താ പറയുന്നത് ഇത് ചപ്പാത്തി ഉണ്ടാക്കാൻ വയ്യ. അപ്പം ഞങ്ങളങ്ങ് ദോശയും ചമ്മന്തിയും പിന്നെ ഈ ചിക്കൻ അങ്ങ് ചൂടാക്കി എടുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കിന്ന് സത്യത്തിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇന്നലെയൊക്കെ നല്ലപോലെ കഴിച്ചല്ലേ. അപ്പോൾ ഇന്നൊരു നേരം ചിക്കൻ ഉണ്ടായിട്ടും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോയി. അപ്പോൾ ചമ്മന്തി ഞാൻ അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കുഞ്ഞുള്ളി, കുടംപുളി ഈ വക കാര്യങ്ങളൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് ഉലുവ ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് കുഞ്ഞുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി വേണ്ടവർക്ക് ചേർക്കാം. എനിക്കെന്തോ ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മീൻ കറിക്കകത്ത് വലിയൊരു താല്പര്യമില്ല. അത് വേറൊരാൾ വെച്ച് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ അത്രയും കോൺഷ്യസ് ആവത്തില്ല. ഞാൻ ചിലപ്പം കഴിക്കുമായിരിക്കും. ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനത്തെ ചില കുഴപ്പങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് തക്കാളി എന്നെ നല്ല പഴുത്ത തക്കാളിയായിരുന്നു ഇരുന്നിരുന്നത്. അതും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ തക്കാളിക്കകത്ത് വെള്ളമയമുണ്ട്. അപ്പോൾ ആ വെള്ളമയമൊക്കെ പോയി അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്ന രീതിയിൽ നന്നായിട്ട് അത് വഴറ്റിയെടുക്കണം. എന്നാലേ നല്ല അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറണം ആ തക്കാളിയുടെ. ഇനി അതിനകത്തേക്ക് ആ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചതിന് ശേഷം ഞാൻ കുടംപുളി ചേർത്ത് കൊടുത്തു. അല്ലെങ്കിൽ കുടംപുളി നേരത്തെ ഞാൻ കുതിർക്കാറില്ല, ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുക്കലാണ് പതിവ്. എന്നിട്ട് ചൂടുവെള്ളം ഒഴിക്കും, അതാ ചെയ്യുന്നത്. അപ്പം ഞാനൊന്ന് ഡൗട്ട് അടിച്ചു പുളി കൂടുമോ എന്ന്. പിന്നെ വിചാരിച്ചു കുഴപ്പമില്ലായിരിക്കും, അയിലയൊക്കെ ആകുമ്പോൾ പുളിയൊക്കെ പിടിച്ച് വരുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ പുളി കൂടുകയാണെങ്കിൽ ഞാനെടുത്തങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് നന്നായിട്ട് അതങ്ങ് തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം അയില ചേർത്ത് കൊടുക്കുക. അപ്പം പിന്നെന്താണ്, അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനിയും അയില ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് വേവിച്ചെടുത്താൽ മതി.
അപ്പം ഇതൊരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ. പക്ഷേ ആ തക്കാളി നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ച ചൊവ, ആ ഒരു പച്ച ഇത് മാറണം, എന്നാലേ ഇതിന് ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് അയില ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി. പക്ഷെ ഞാൻ എപ്പോഴും ഒന്നും എന്താണെന്ന് അറിയത്തില്ല, തക്കാളി ചേർത്ത് വെക്കാറില്ല. പിന്നെ ബാക്കിയുള്ള മീൻ വെള്ളത്തിൽ തന്നെ ഞാൻ ഇട്ട് ഫ്രീസറിനകത്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അടുത്ത ദിവസം എടുക്കുമ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ 2 അയില. അപ്പോൾ അത് ഞാനെടുത്ത് മാറ്റി വെച്ചു. ഇനിയും ഇത് ഞാൻ മറ്റേ ബർണറിലേക്ക് മാറ്റി വെച്ചു. ഇനി അത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ അതിരുന്ന് വേകട്ടെ. വെന്ത് കുറച്ചൊന്ന് വറ്റി വന്നാൽ മതി ഈ മുളകിട്ട കറി. മറ്റേ കറി വറ്റുന്ന പോലെ അത്രയും മാറ്റേണ്ട കാര്യമില്ല. ഇനി നമുക്ക് വേഗം നാരങ്ങ അച്ചാറിടാം. അപ്പം ഒരു കടായി വെച്ചിട്ട് അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് കടുകും മുളകും ചേർത്ത് പൊടിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഒരുക്കിയ വെളുത്തുള്ളിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് ഞാൻ ഒരു മിസ്റ്റേക്ക് കാണിച്ചു. ഞാൻ എന്ത് ചേർത്തില്ല, ഉലുവ ചേർത്തില്ല. ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ ഉലുവ പൊടി ചേർക്കുന്നുണ്ട്. എന്നാലും കടുക് വറക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടെ ചേർക്കും അച്ചാറിന്. പക്ഷെ അത് ഞാൻ ചേർത്തില്ല, അത് ഞാനങ്ങ് മറന്നുപോയി. ഇനി നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ച് നന്നായിട്ട് വഴറ്റി ആ വെളുത്തുള്ളിയുടെ ഒരു പച്ച ചൊവയൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകിന് അപാര എരിവായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ മുളക് പൊടി അത്രയ്ക്ക് അങ്ങോട്ട് ചേർത്തില്ല. കാശ്മീരി മുളക് പൊടിയാണ്, എന്നാലും ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചേർത്തില്ല. കാരണം ഇത് എരിവുള്ള പച്ചമുളകായിരുന്നു. ഇത് ഒരു 3-4 ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക. ആക്ച്വലി എനിക്ക് ഇതിൻ്റെ ഒന്നും അളവ് അത്രയും പറയാൻ അറിയത്തില്ല. ഞാനൊരു കണക്കിനങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഊഹത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണോളം, മുളക് പൊടി ഞാനൊരു 1-1.5-2 ടേബിൾ സ്പൂൺ, ഞാൻ കൂടുതൽ ചേർത്തില്ല. കാരണം പച്ചമുളക് അത്യാവശ്യം ഒരു 4-5 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്, അതിന് എരിവുണ്ട്. പിന്നെ കായപ്പൊടിയും ഉലുവാപ്പൊടിയാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത്. ഇത്രയും ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പൊടി ഒന്ന് മൂക്കണം. പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് അപ്പം ആ ഒരു നിറം കുറച്ചൊന്ന് ഡാർക്കാകും. കണ്ടോ, പൊടിയൊന്ന് മൂക്കുമ്പോഴത്തേക്കും ഒത്തിരി അങ്ങിട്ട് മൂപ്പിക്കില്ലേ. ഇതിനെ വെളുത്തുള്ളിയുടെ കൂട്ടത്തിൽ മൂപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അത്ര അങ്ങ് കരിഞ്ഞൊന്നും പോകത്തില്ല. അല്ലാതെ മൂപ്പിക്കുമ്പം ശരിക്കും സൂക്ഷിക്കണം. ഈ അച്ചാറിനൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നാരങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ആ സമയത്ത് ഇത് നല്ലതായിട്ട് തിളച്ചപ്പം ഞാൻ കുറച്ച് നേരം കൂടെ അതിരിക്കണമായിരുന്നു. പിന്നെ നാരങ്ങയ്ക്കകത്ത് ഞാനിവിടെ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തു. അത് കുറച്ച് ചേർത്താൽ മതി നാരങ്ങയ്ക്കകത്ത്, കാരണം നാരങ്ങയ്ക്ക് ഓൾറെഡി പുളിയുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അത് ആറിക്കഴിഞ്ഞ് ഞാൻ നാളെ അത് കുപ്പിക്കകത്താക്കത്തുള്ളൂ. നല്ല ഒരു ഗ്ലാസ് ബോട്ടിലിൽ നല്ല തുടച്ച് വൃത്തിയാക്കി ഉണങ്ങിയ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി അങ്ങ് വെച്ചാൽ മതി. അത് ഇന്ന് രാത്രി ഇതൊന്നും ഞാൻ എവിടെയും ആക്കാൻ പറ്റും. ഇന്ന് രാത്രി ഇതെല്ലാം ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അയില കണ്ടോ, അയില മുളകിട്ട്, ഇത് നല്ല അയിലക്കറിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകിച്ച് ഇപ്രാവശ്യം വെച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെന്താണ്, ഞാൻ ഓമയ്ക്കൊക്കെ തൊലി കളഞ്ഞ് അത് കട്ട് ചെയ്ത് വെക്കുകയാണ്. എൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ പകുതി ഞാൻ വേറൊരു പാത്രത്തിനകത്ത് ആക്കി അങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചു. ബാക്കി പകുതി ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചു. ആക്ച്വലി നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ചോപ്പ് ചെയ്തും കൂടെ വെക്കുന്നതാണ്. വീക്ക് ഡേ അല്ല, അപ്പോൾ ചോപ്പ് ചെയ്തും കൂടെ വെക്കുന്നതാണ്. പക്ഷേ എനിക്ക് മടി കാരണം, നാളെ ഇത് മാത്രം എനിക്ക് ഉണ്ടാക്കിയാൽ മതി. മടി കാരണം ഞാനത് ചോപ്പ് ചെയ്തില്ല. ഞാൻ ചോപ്പ് ചെയ്യാൻ പാകത്തിന് കട്ട് ചെയ്തങ്ങ് വെച്ചു. പിന്നെ ഞാൻ അവിടെ എല്ലാം ഒരു ക്ലീനിങ് അങ്ങ് നടത്തി. സ്ഥിരമുള്ള പോലെ തന്നെ ആ റിങ്ങൊക്കെ എടുത്ത് കളയുക, പിന്നെ ഗ്യാസ് സ്റ്റൗവ്, കൗണ്ടർ ടോപ്പ്, ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കുക. അങ്ങനെയുള്ള നമ്മുടെ സ്ഥിരം രാത്രിയിലത്തെ ഒരു ക്ലിച്ചൊക്കെ ഞാൻ താഴേക്ക് ഇടുന്നതിൻ്റെ കാര്യം, താഴെ ഞാനിനിയും തൂക്കുന്നുണ്ട്. ഞാൻ ചൂല് വെച്ച് നമ്മുടെ അടുക്കള തൂക്കും. അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് ഇടുന്നത്. പിന്നെന്താണ്, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ എപ്പോഴും ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗം എന്നും വൃത്തിയാക്കണം. ചിലപ്പം വെള്ളമൊക്കെ തിളച്ച് തൂവി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ വീണ് കിടക്കും, അറിയത്തില്ല. അതൊക്കെ പിന്നെ കട്ട പിടിച്ച് കുറേ ചിലപ്പം ഒന്ന് പൊക്കി നോക്കി അവിടെ വൃത്തിയാക്കിയില്ലെങ്കിൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും അതൊക്കെ അറിയുന്നത്. അപ്പം അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് വെക്കുക. പിന്നെ ആ റിങ് ഞാൻ എന്നും കഴുകും. അത് കഴുകിയെല്ലാം വെക്കുക. ഇത് ഞാൻ ആദ്യം ഞാൻ എൻ്റെ മേളിൽ എടുത്ത് വെക്കുന്നതിൻ്റെ മെയിൻ കാര്യം, എനിക്ക് ആ മറ്റടമൊക്കെ
തൂക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഞാനെല്ലാം റെഡിയാക്കി വെച്ചത്. എനിക്ക് ഈ അയിലക്കറി ഞാൻ ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു അയിലക്കറി. അത് പിറ്റേ ദിവസം അത്രയും നേരം ഇരുന്നുകൊണ്ട് നന്നായിട്ട് പിടിച്ചിരുന്നു അയിലയൊക്കെ, ആ ഉപ്പും പുളി എരിവും ഒക്കെ. പിന്നെ അച്ചാർ ഇത് ഞാനിപ്പോൾ ഇവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. നാളെ രാവിലെ ഇത് ഞാൻ കുപ്പിക്കകത്ത് ആക്കും, അപ്പോഴത്തേന് ആറിയിരിക്കും. എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ അടുക്കളയൊക്കെ ക്ലീനാക്കി കാണിച്ചു. ഇവിടെ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായിട്ടിരിപ്പുണ്ട്. അച്ചാറും ഇരിപ്പുണ്ട്. പാത്രമൊക്കെ കഴുകി ഒന്ന് തൂത്തുവാരിയൊക്കെ ചെയ്തു. ഇനി പോയി കിടന്ന് ഉറങ്ങിയാൽ മതി. ഇനി ഡ്രസ്സൊക്കെ മാറണം, ഒന്ന് ചെറുതായിട്ടൊരു നൂലൊക്കെ കഴിയുമ്പോഴത്തേനും കിടന്നുറങ്ങണം. അപ്പോൾ ഞാനിന്ന് അച്ചാർ ഇട്ടത് അതെന്തായാലും കുറച്ച് താമസിക്കുമെന്ന് അലക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ വിചാരിച്ച രീതിയിൽ അത് പെട്ടെന്ന് നാരങ്ങ അച്ചാർ അല്ലേലും എനിക്ക് നേരത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട് 1 മാസമൊക്കെ കഴിയുമ്പോൾ അത് നല്ല കറക്റ്റ് സെറ്റാണ്, അതിൻ്റെ തൊണ്ടൊക്കെ ശരിക്ക് അടുത്ത് വരുന്നത്. അപ്പം അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്നാലും ഞാൻ ഒരാഴ്ച വെയിറ്റ് ചെയ്യും. പക്ഷെ എനിക്ക് എന്തോ 2 ദിവസമായിട്ട് ഭയങ്കര ഒരാഗ്രഹമായിരുന്നു നാരങ്ങ അച്ചാറാണ്. ഞാനൊരു കാര്യം മറന്നുപോയത്, ഞാനിപ്പോഴും ഓർത്ത ഞാൻ മീൻകറി വെച്ചിട്ട് കറിവേപ്പില ചേർത്തില്ല എന്നുള്ള കാര്യം. കറിവേപ്പില ഇട്ട് ഞാൻ മൂപ്പിച്ചില്ല, മറന്നുപോയി. ഞാൻ പെട്ടെന്ന് അത് എടുത്ത് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ചേർക്കാനൊന്നും പോകുന്നില്ല. അതെല്ലാം നല്ല റെഡി ആയിട്ടിരിക്കണം. നാളെ രാവിലെ ആകുമ്പോഴത്തേനും നല്ല സെറ്റായിട്ടിരിക്കും. അയിലയുണ്ട് ഇന്ന് വെച്ചിട്ട്. അയില അങ്ങനെ വെക്കുന്ന ആക്ച്വലി നല്ലത്. ഞാൻ മിക്കവാറും ഒന്നുമില്ലെങ്കിൽ രാവിലെ ശ്രീഹരിക്ക് ഓഫീസിൽ ചോറ് കൊണ്ടുവന്ന ദിവസമാണെങ്കിൽ രാവിലെ വെക്കും. അല്ലെങ്കിൽ അല്ലാത്ത ദിവസമൊക്കെ ഉച്ചയ്ക്കാണ് വെക്കുന്നത്. തലേദിവസം രാത്രി ഇങ്ങനെ മടി പിടിക്കുന്ന ദിവസങ്ങൾ മാത്രം ഞാനങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരം ഒരു ഉഷാറ് തോന്നുവാണെങ്കിൽ വെക്കും. അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം മീൻ വെപ്പ് പരിപാടി അങ്ങനെയൊന്നും എനിക്ക് കുറവാണ്. മിക്കവാറും എല്ലാം കാരണം രാവിലെ ഇവിടെ മീൻ ഞാൻ ഞങ്ങൾ പോയി മേടിക്കാറില്ല മീൻ. ഫ്രഷ് ടു ഹോമിൽ നിന്ന് ഓർഡർ ചെയ്യാണ് മീൻ, ചിക്കനൊക്കെ അങ്ങനെയാണ്. ഫ്രഷ് ടു ഹോം ആണ്. അല്ലാതെ ഇവിടെ എവിടെയും പോയി, കാരണം ഇവിടെ അങ്ങനെ ഒന്നാമത് ബാംഗ്ലൂർ മീൻ അത്രയ്ക്ക് നല്ല ഒരു ഫ്രഷ് അല്ല. ഇവിടെ അങ്ങനെ കടൽ ഏരിയ ഒന്നും ഇല്ലല്ലോ, ബീച്ച് കടലൊക്കെ. ഇവിടുത്തെ മംഗലാപുരം സൈഡിൽ നിന്ന് വരുന്ന മീനാണെന്ന് എനിക്ക് തോന്നുന്നത്. മാംഗ്ലൂർ ഭാഗത്തുനിന്ന് വരുന്ന മീനായിരിക്കണം. അപ്പം ഈ ഫ്രഷ് ടു ഹോമിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇവിടെ ചെന്ന് ഞങ്ങൾ തുടക്കത്തിൽ ആദ്യ കാലത്തൊന്നും ഈ ഫ്രഷ് ടു ഹോമിനെ പറ്റിയൊന്നും അറിയാത്ത സമയത്ത് ഞങ്ങൾ പോയി മേടിക്കണം. അപ്പോൾ ഈ കടൽ മീൻ, നമ്മുടെ സീ ഫുഡ് വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. വലിയൊരു ഫ്രഷ് ആകാത്ത തന്നെ ഫീല് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല ഫ്രഷായിട്ട് ഇത് കിട്ടുന്ന ഇവിടെ സത്യം പറഞ്ഞാൽ ഫ്രഷ് ടു ഹോം വന്നേ പിന്നെ ഞാൻ അങ്ങനെ പോയി മീൻ മേടിക്കാറില്ല. പിന്നെ എനിക്കൊന്ന് ആറ്റിലെ മീനുകളെല്ലാം ഇവിടെ കുറച്ചുകൂടെ ഫ്രഷായിട്ട് ചില ദിവസം ശനിയാഴ്ച ഞായറാഴ്ച വൈകുന്നേരമൊക്കെ ഈ ഭാഗത്തൊക്കെ ഇട്ട് വിൽക്കുന്നതും ഒക്കെ കാണാം. ഈ രോഹു, കട്ല അങ്ങനെയൊക്കെ പറഞ്ഞുള്ള മീനുകളില്ല. അതൊക്കെ ഞാൻ തുടക്കകാലത്ത് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും വലിയ ഗുണമില്ല. എനിക്കിഷ്ടമല്ല രോഹു. ഒന്ന് കറി വെച്ച ഒട്ടും ഒന്നുമില്ല. വറുത്താലാണ് പിന്നെ അതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം അതൊന്നും ഞങ്ങളങ്ങനെ മേടിക്കാറില്ല. പിന്നെ ഈ ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞ സംഭവം എനിക്ക് കോവിഡ് വന്നതാണ് ആക്ച്വലി ഫ്രഷ് ടു ഹോം ഒക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും കോവിഡ് വന്ന് ലോക്ക്ഡൗൺ ആയല്ലോ. അപ്പം അപ്പോഴാണ് ഈ ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞ സംഭവമൊക്കെ കുറച്ചുകൂടെ വലിയ ഇതായിട്ട് ഇവിടെ ഞാനൊക്കെ അപ്പോഴാണ് അറിയുന്നത്. അപ്പം അങ്ങനെ ഫ്രഷ് ടു ഹോമിൽ പക്ഷെ അത്യാവശ്യം നല്ലതായിട്ട് ഫ്രഷായിട്ടുള്ള മീനും ചിക്കനും മട്ടനും ഉണക്കമീൻ എല്ലാം ഉണ്ട്. എല്ലാം പിന്നെ കട്ട് വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്തുള്ള ഇതുകളെല്ലാം കിട്ടും. അപ്പോൾ അങ്ങനെ അതിൽ നിന്നാണ്
അങ്ങനെ ഞാനിപ്പം പക്ഷെ ഞാനിപ്പം പച്ചക്കറി ഒന്നും വാങ്ങിക്കാറില്ല. പച്ചക്കറിയൊക്കെ ഞാൻ പോയി വാങ്ങിക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. പിന്നെ വയ്യാതിരിക്കുമ്പോൾ മാത്രമേ ഓൺലൈൻ ഓർഡറുകളുള്ളൂ. പച്ചക്കറിയൊക്കെ എല്ലാം ഞങ്ങൾ പോയി വാങ്ങിക്കും. പിന്നെ ഇവിടെ പച്ചക്കറി കടയിലൊക്കെ നമുക്ക് കട്ട് വെജിറ്റബിൾസ് ഒക്കെ കിട്ടും. അപ്പം അങ്ങനെ ഇന്ന് എനിക്ക് അങ്ങനെ ഞാനത് മനസ്സിൽ വിചാരിച്ചതന്നെ പോലെ നാരങ്ങയുടെ കൂട്ടത്തിൽ കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇങ്ങനെ അവർ ഒരുക്കി വെച്ചിരിക്കുന്ന കാരണം ഇവിടെ എല്ലാ കടകളിലും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കും. അപ്പം ആദ്യം പോയി അവിടെ പിന്നെ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ വലിയ പ്രതീക്ഷ, കാരണം നല്ല നാരങ്ങ ഇരിക്കുന്ന നല്ല സുന്ദര നാരങ്ങ ഇരിക്കുന്ന കണ്ടതാണ്. ഞാൻ അവിടെ വന്നപ്പോൾ അതെല്ലാം തീർന്ന് എനിക്കങ്ങ് ഒരുമാതിരി ആയിപ്പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് സ്ട്രോബെറി ഉണ്ടായിരുന്നു, അതും വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചിവിടെ വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, വലിയൊരു നല്ല നാരങ്ങയായിട്ട് തോന്നിയില്ല. അവിടെ ഞാൻ വെളുത്തുള്ളി ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന അതും എടുത്ത് ഇനി കൈ മുറിഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ കൈ അങ്ങ് ഭയങ്കര നീറ്റൽ ഞാനത് അരിഞ്ഞു തുടങ്ങിയപ്പോഴത്തേനും പിന്നെ അതുകൊണ്ട് എനിക്ക് കൂടുതൽ അതാണ് ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തങ്ങ് വെച്ചത്. സാരമല്ല, 4ആയിട്ടൊക്കെ കട്ട് ചെയ്ത് ഇടും. 4ആയിട്ട് ഇപ്പം അത് ഒന്നുകൂടെ കട്ട് ചെയ്താൽ കുറച്ചുകൂടെ ചെറിയ നാരങ്ങയുടെ പീസുകൾ കിട്ടും. ഇത് പിന്നെ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി 4ആയിട്ടങ്ങ് കട്ട് ചെയ്ത് വെക്കാം. എന്തായാലും ഇത് കൂട്ടാൻ പോകുന്നത് ഞാനാണ്. ശ്രീഹരി ഒന്നുമില്ലെങ്കിൽ വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടും എന്നുള്ളതല്ലാതെ ശ്രീഹരി ഇത് കൂട്ടത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാനല്ലേ കൂട്ടുന്നത്. പിന്നെ അതിനകത്ത് വെളുത്തുള്ളി പിന്നെ ഇഷ്ടമാണ് ശ്രീഹരിക്ക്. അതാണ് ഞാൻ വെളുത്തുള്ളിയും കൂടി ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം എന്തായാലും കൂട്ടാൻ പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഞാനില്ല, ഇത് 4ആയിട്ട് മതിയുള്ളൂ. പിന്നെ അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഈ 2 കാര്യങ്ങൾ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞ് ഞാനിന്ന് ഓമയ്ക്ക ചോപ്പ് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചാണ്. എൻ്റെ മടി കൊണ്ടാണ് ഞാനത് കട്ട് ചെയ്ത് അങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ച്. ഞാൻ വിചാരിച്ചു നാളെ രാവിലെ എനിക്കിനി ഓമയ്ക്ക തോരൻ മാത്രം ഉണ്ടാക്കിയാൽ മതി. ഒഴിക്കാൻ വെള്ളരിക്ക കുമ്പളങ്ങ പുളിങ്കറി ഇരിപ്പുണ്ട്. പിന്നെ മീൻകറി വെച്ചതുകൊണ്ട് പിന്നെ അപ്പം ഈ തോരനും കൂടെ മാത്രം മതി ഒഴിക്കാനുള്ളതും. പിന്നെ ഒരു തോരനും മീൻകറി ഉണ്ടല്ലോ. പിന്നെ വേണമെങ്കിൽ മാങ്ങ ഇരിപ്പുണ്ട് ചമ്മന്തി ഉണ്ടാക്കാൻ. അത് ഞാൻ ഉണ്ടാക്കത്തില്ല. നാളെ രാവിലെ ഇന്ന് ദോശയാണ്, ഓൾറെഡി ദോശയും ചമ്മന്തിയാണ്. അപ്പം ഒഴിക്കാൻ കറിയുണ്ട്, മീൻകറി ഇരിപ്പുണ്ട്. അപ്പം നാളെ രാവിലെ എനിക്ക് തോരൻ ഉണ്ടാക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അതും ഓമയ്ക്കയും ചെറുപയറും കൂടെ ആണ് ഞാൻ തോരൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ചെറുപയർ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ഭാഗം മാത്രം ഓമയ്ക്ക എടുത്താൽ മതി. ഓമയ്ക്ക വൻപയറും കൂടെയാണ് ആക്ച്വലി തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ എൻ്റെ വീട്ടിലും ഒക്കെ വൻപയറാണ്. പക്ഷെ എനിക്ക് വൻപയർ ഗ്യാസാണ്. അന്ന് ഞാനിവിടെ വൻപയർ ഉപയോഗിക്കാറേ ഇല്ല. ഞാൻ ഒരു പ്രാവശ്യം ഭയങ്കരമായിട്ട് ഗ്യാസ് കയറി ഛർദ്ദിച്ച് എന്നെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ തരേണ്ടി വന്നു. ഞാൻ വൻപയർ കൂട്ടി. അതിൽ പിന്നെ ഞാൻ വൻപയർ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. ഞാൻ എരിശ്ശേരിക്കകത്തൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ചേ കൂട്ടിയുള്ളൂ. എനിക്ക് ഗ്യാസ് കയറുമെന്നുള്ള പേടിക്ക് ഞാൻ പിന്നെ കൂട്ടിയില്ല. അതുകൊണ്ട് ഓമയ്ക്കയും ചെറുപയറും കൂടെയാണ് തോരൻ. അപ്പം നാളെ രാവിലെ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് ജസ്റ്റ് 2 കറക്കി കഴിഞ്ഞാൽ അതങ്ങ് റെഡിയാവും. അപ്പം അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ചോറും വയ്ക്കുക, തോരനും ഉണ്ടാക്കുക, മീൻകറി ഇരിപ്പുണ്ട്, ഒഴിക്കാൻ കറി ഇരിപ്പുണ്ട്, ശ്രീഹരിക്ക് കൊണ്ടുപോകാനുള്ളതും ആകും. അങ്ങനെയായിരുന്നു ഇന്നത്തെ പരിപാടിയൊക്കെ. അപ്പം ഇത് നാരങ്ങ അച്ചാർ സത്യത്തിൽ എനിക്ക് ഞാൻ നേരത്തെയൊക്കെ 1-2 തവണയൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെ കുറവാണ് ഞാൻ അച്ചാറിടുന്നതൊക്കെ വളരെ കുറവ്. കാരണം അച്ചാറിന് ഒട്ടും പ്രിയമില്ലാത്ത, ഒട്ടും വലിയൊരു അച്ചാർ പ്രേമികളല്ല ഞങ്ങൾ 2 പേരും. ഞാനിങ്ങനെ ആഗ്രഹം തോന്നുമ്പോൾ ഇടുന്ന വ്യക്തിയാണ് ഞാൻ. പിന്നെ മീനച്ചാർ ഇടണമെന്ന് ഞാൻ ഈ അച്ചാറിലൊക്കെ കൂടുതലിട്ടിരിക്കുന്ന മീനച്ചാറാണ്. പക്ഷെ മീനച്ചാർ ഇവിടെ ഇട്ട ഒരാഴ്ച ഞാൻ കേരയൊക്കെ മീനച്ചാർ ഇടും. അതും എനിക്കൊന്ന് ഇടണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മീനച്ചാർ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇടപ്പോൾ ഒത്തിരി നാളെ ഞാനിട്ട് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുള്ള ഒരു അച്ചാർ അത് ശ്രീഹരി കൂട്ടിക്കോളും. അത് നമ്മളിപ്പോൾ അര കിലോ 3/4 കിലോ ഒക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കൂടുതലൊന്നും അത് ഇവിടെ ഇരിക്കത്തില്ല. പിന്നെ
അച്ചാർ എന്ന് പറഞ്ഞ് അതൊരു അച്ചാറായിട്ട് കൂട്ടത്തില്ല. അതാണ് ഞാൻ മെയിനായിട്ടും അത് ഇടാത്തതിൻ്റെ കാര്യം. അതൊരു അച്ചാറെന്നുള്ളതല്ല, നമ്മൾ അച്ചാറായിട്ട് ഇടും, പക്ഷെ അത് ആ ഒരു ലെവലിൽ കൂട്ടത്തില്ല, അതിലും കൂടുതൽ കൂട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് ഇടുന്നത് നിർത്തി. ഇനിയിപ്പോൾ ഒത്തിരി നാളെ ഒരു ദിവസം ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞിത്തിരിയായി. ഇനി നമുക്ക് കയറി കിടന്നുറങ്ങാം, മേലെ വരിക, കയറി കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് വരെ. താങ്ക് യു സോ മച്ച്.